വെള്ളാപ്പള്ളി നടേശനെതിരെ പി ജയരാജൻ രണ്ടു തോണിയിൽ കാലുവെക്കുന്ന നിലപാടെന്ന് വിമർശനം. ശ്രീനാരായണ ദർശനത്തിനെതിരായ നിലപാടാണ് SNDPയുടെ തലപ്പത്തിരിക്കുന്നവർ എടുക്കുന്നതെന്നും ജയരാജൻ. മാസപ്പടി കേസിൽ വീണ ടി വെള്ളിയാഴ്ച ഹാജരാകണം. കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ED സമൻസ്. CMRL ഉദ്യോഗസ്ഥർ അടക്കം 9 പേർ ഹാജരാകണം. നിയമപരമായി ED വന്നാൽ പ്രശ്നമില്ലെന്ന് A വിജയരാഘവൻ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു. തിരുവനന്തപുരം മുടവൻ മുകളിൽ കോമ്പൗണ്ട് വോള് തകർന്നു വീണ് 2 വീടുകൾക്ക് നാശനഷ്ടം. എറണാകുളം KSRTC സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. ഷിഗല്ല ഭീതിയിൽ വയനാട്. ബത്തേരിയിൽ ചികിത്സയിലുള്ളത് 443 പേർ. 163 പേർ നിരീക്ഷണത്തിൽ. വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ചന്തു സലീം കുമാറിന് പൂർണ്ണ പിന്തുണയുമായി മല്ലിക സുകുമാരൻ. നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ മകൻ പ്രതികരിച്ചതിനോട് 100% യോജിക്കുന്നു. സുഖുവേട്ടന്റെ മരണത്തിൽ താനും ഇതേ അവസ്ഥ അനുഭവിച്ചതാണെന്നും പ്രതികരണം. ഒരുപറ്റ മൊബൈൽ മാധ്യമ പ്രവർത്തകർ അനാവശ്യമായി തിരക്കുണ്ടാക്കിയെന്ന് രമേശ് പിഷാരടി MLA. അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നീക്കം. കോതമംഗലം CAയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മൂന്നാം മുന്നണിക്ക് ശ്രമം തുടങ്ങി DMK. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടും. കോൺഗ്രസ് കാട്ടിയത് വഞ്ചനയെന്ന് DMKയെ ഒപ്പം കൂട്ടാൻ BJP നീക്കം. ട്രംപിന്റെ ഇടപെടലിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനുമാണ് മുൻഗണനയെന്ന് ഇറാൻ. ആക്രമണം ഉണ്ടായാൽ പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് നെതന്യാഹുവിനോട് ട്രംപ്. ട്രംപിന്റെ വിസ നയത്തിന് വൻ തിരിച്ചടി. H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള തീരുമാനം റദ്ദാക്കി US കോടതി. ഭരണകൂടത്തിന് നിയമപരമായ അധികാരമില്ലെന്ന് കോടതി. വിസയ്ക്കായി ട്രംപ് നിശ്ചയിച്ചത് 84 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസം.